നമുക്ക് ഒരു പ്രോപ്പർട്ടി ഞാൻ സെയിൽ ചെയ്യാണ്, അതല്ലെങ്കിൽ പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങുകയാണ്. അപ്പോൾ എന്തൊക്കെ നിയമങ്ങളാണ് ഇപ്പോൾ അതിൽ വന്നിരിക്കുന്നത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ഏറ്റവും വലിയ കാര്യം നോക്കേണ്ടത് പ്രോപ്പർട്ടി വിൽക്കുന്ന ആള് NRI ആണോ നമ്മൾ നോക്കണം. ഇത് മുന്നേ ഇപ്പം ഇൻകം ടാക്സ് ആക്ട് 2025 വന്നതിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇതിന് മുന്നേ ഒരു NRI സെയിൽ നടത്തുകയാണെങ്കിൽ ബയ്യർ എന്താക്കണം എന്ന് വെച്ചാൽ വാട്ട് എവർ ബി ദ എമൗണ്ട് TDS has to be deducted. ആ TDS ഡിഡക്ട് ചെയ്ത് പേ ചെയ്യാൻ he has to take a TAN number and then he has to do the reduce the amount, then only have to transfer to the NRI. പക്ഷേ ഈ ഒരു ആക്ടിൽ ഇപ്പം പുതിയ ആപ്ലിക്കബിലിറ്റി, ദാറ്റ് ഇസ് ഇപ്പം നവംബർ 2026 മുതലാണ് ആപ്ലിക്കബിൾ ആവുക. ബയ്യറിന് ടാൻ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ കുറച്ചും കൂടി മറ്റേ സിംപ്ലിഫിക്കേഷൻ സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇപ്പം മണി NRIന് ഇപ്പം ഈ സെയിൽ പ്രൊസീഡ്സ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ദേ ഹാവ് ടു കംപ്ലൈ വിത്ത് RBI റൂൾസ് എന്നുള്ള. അപ്പോൾ അതിന് റിക്വസിറ്റ് ഫോംസ് ഒക്കെ ഉണ്ട്, 15 CA CB ഒക്കെ. അതിൻ്റെ ഫോം ഇപ്പം പുതിയ ആക്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ SL ഫ്രീ, ദേ ഹാവ് ക്യാൻ ടേക്ക് ദ മണി ഔട്ട്സൈഡ് ഇന്ത്യ. ഓൺലി ദ തിങ് ഇസ് അവർ ഇന്ത്യയിൽ ടാക്സ് അടച്ചിട്ടാണോ പോകുന്നതെന്ന് എൻഷുർ ചെയ്യുക. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഒരു സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എക്സ്ട്രാ ഗെയിൻ, അതായത് നമ്മൾ പണ്ടൊരു ഈ പ്രോപ്പർട്ടി വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇൻഹെറിറ്റൻസത്തൂടെ വന്നതിന് ശേഷമായിരിക്കും നമ്മളിത് വിൽക്കുന്നത്. ആ വരുന്ന ഗെയിനിനെയാണ് നമ്മൾ, ആ പ്രോഫിറ്റിനെയാണ് നമ്മളെപ്പോഴും പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ടാക്സ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് എക്സംഷൻ ഉണ്ട്. നമുക്ക് ആ എക്സംഷൻ ത്രൂടെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേവ് ദാറ്റ് ടാക്സ്. ലൈക്ക് നമ്മൾ ആ ഇൻകം നമ്മൾ ക്യാപിറ്റൽ ബോൺഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് ബോൺഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു റിക്വസിറ്റ് ടൈമിൽ നമ്മൾ വിഡ്രോ ചെയ്യണം. പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ബോൺഡ്സ്, പിന്നെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, അങ്ങനെയൊക്കെ കേസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വി ക്യാൻ ക്ലെയിം ദ എക്സംഷൻ. ബട്ട് ഇറ്റ്സ് എ 5-year ലോക്ക് ഇൻ പീരിയഡ്. ഒരു നോമിനൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഗവൺമെൻറ് അതിൽ പേ ചെയ്യുക. അപ്പം എല്ലാവരും ചിന്തിക്കുക, ഒരു പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞ പാടെ ആദ്യം ചിന്തിക്കുന്ന ഞാൻ കേൾക്കാറുള്ള ഒരു സംഭവം, ടാക്സ് അടയ്ക്കണമല്ലോ. ടാക്സ് പ്ലാൻ ചെയ്താൽ മതി അവിടെ, അപ്പം നമുക്ക് റിഡ്യൂസ് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ നമുക്ക് അത് സുഖമാണ്. പിന്നെ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണ് വിൽക്കുന്നതെങ്കിൽ നമുക്കൊരു പുതിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.